ഹേ തനുഫൽ എല്ലാവർക്കും ഞാൻ സ്വാഗതം. കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ പ്രിയദർശൻ്റെ ഹിന്ദിയിലേക്കുള്ള റീമേക്ക് ചിത്രം, അത് അദ്ദേഹം തന്നെയാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഹൈവാൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഒപ്പത്തിൻ്റെ ഹിന്ദി റീമേക്കായ ഈ ചിത്രത്തിൽ നമ്മുടെ സെയ്ഫ് അലി ഖാനും അക്ഷയ് കുമാറും ലാലേട്ടൻ്റെ ചെറിയൊരു ക്യാമിയോ ഉണ്ട്. ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നേ ദിവസം വൈകിട്ട് 8 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. തുമ്പ 2 എന്ന ചിത്രത്തിലേക്ക് നമ്മുടെ ആലിയ ഭട്ട് വരുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഓൾറെഡി വന്നാണല്ലോ. അത് ഒഫീഷ്യലായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ഈ കാണുന്ന ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ ഒഫീഷ്യലായിട്ട് ആലിയ ഭട്ട് ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആസിഫ് അലി ജിസ്ജോയ് കോമ്പോയിലെത്തുന്ന അടുത്ത ഒരു ചിത്രമാണ്. ചിത്രത്തിൻ്റെ ടൈറ്റിൽ വന്നിട്ടുണ്ട് കോട്ടയം ബെൽറ്റ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അപ്പോൾ എന്തായാലും മിക്കവാറും ഒരു പോലീസ് കഥ തന്നെ ആവാനാണ് ചാൻസ്. എന്തായാലും അറിയില്ല. എന്തായാലും ഈ കൂട്ടുകെട്ടിൽ വന്ന ഒരു ചിത്രം പോലും ഇന്നേ വരെ നിരാശപ്പെടുത്തിയിട്ടില്ല. എന്തായാലും ചിത്രം ഒരു ഗംഭീര ചിത്രം തന്നെ ആവട്ടെ. നമ്മുടെ ദളപതിയുടെ ജനനായകൻ എന്ന ചിത്രം ഈ വരുന്ന 23-ാം തീയതി അല്ലെങ്കിൽ 24-ാം തീയതി റിലീസ് ചെയ്യാൻ ഇരിക്കുകയാണല്ലോ. ഒഫീഷ്യൽ ഡേറ്റിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ദളപതിയുടെ മകനായ സഞ്ജയുടെ സിഗ്മ എന്ന മൂവി 31-ാം തീയതി റിലീസിന് എത്തുകയാണെന്നാണ് പറഞ്ഞത്. മിക്കവാറും സിനിമ ഓഗസ്റ്റിലേക്ക് മാറ്റുകയാണ്. എന്തായാലും ഒഫീഷ്യലായിട്ടൊരു അപ്ഡേറ്റ് എന്തായാലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രം മാറ്റി വയ്ക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും അച്ഛന് വേണ്ടി മകൻ മാറിക്കൊടുക്കുക തന്നെയാണ്. മാണ്ടാടി എന്ന ചിത്രത്തിൻ്റെ പ്രൊമോ സോങ്ങിൻ്റെ റിലീസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ വരുന്ന 18-ാം തീയതിയാണ് ചിത്രത്തിൻ്റെ പ്രൊമോ സോങ് റിലീസ് ചെയ്യുന്നത്. മാണ്ടാടി മാണ്ടാടി എന്നാണ് ചിത്രത്തിൻ്റെ ടൈറ്റിൽ, അതായത് സോങ്ങിൻ്റെ ടൈറ്റിൽ. അപ്പോൾ എന്തായാലും നമുക്ക് ആ സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ധ്യാൻ ശ്രീനിവാസൻ നായകനായിട്ടുന്ന ചിത്രമാണ് വിവ. ചിത്രം നമ്മുടെ ഓഗസ്റ്റ് മാസമാണ് തിയേറ്ററിൽ എത്തുക. ചിത്രത്തിൻ്റെ ടീസർ ഇന്നേ ദിവസം വൈകിട്ട് 5 മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.